എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടിപൊളി ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ബേക്കറി കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു അടിപൊളി മധുരമുള്ള ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെറു ചൂടുള്ള 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ അടച്ച്. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വരുമേ. കണ്ടല്ലോ, അത് 10 മിനിറ്റത്തേക്ക് ഞാൻ മാറ്റി വെച്ചു. ഇപ്പം നന്നായിട്ട് ആ പാലൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഞാൻ 250 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് ഇട്ട് ആ മൈദ കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം 250 ഗ്രാം മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സൺഫ്ലവർ ഓയിലാണേൽ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തു. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണേ. ഇനിയും ഒരു 250 ഗ്രാം മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. കണ്ടല്ലോ, മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ടയാണ് നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ബാക്കി 125 ഗ്രാം മൈദയും കൂടെ, മൊത്തം 500 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, അതോടെ നന്നായിട്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വാനില എസൻസ് ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് കൂടുതൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ ഇച്ചിരി കൂടുതൽ ചേർത്തോ, അല്ലാത്തവർ തീരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. കണ്ടോ, അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ആ സമയത്തേക്ക് നമുക്കിതിനകത്ത് ക്രീം തയ്യാറാക്കാം. ആദ്യം തന്നെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. 3 ടീസ്പൂണോളം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം 200 ഗ്രാം പഞ്ചസാര പൊടിച്ച് ചേർക്കണം. പൊടിച്ച് ചേർത്ത് ഒരു 1/4 സ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഈ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ക്രീമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ്. കണ്ടല്ലോ, നമ്മുടെ ആ ഒരു ബണ്ണിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടി ഇതുപോലുള്ള ഒരു കുഴിവുള്ള തവി എടുത്ത് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ ആ തവി അതിലേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെച്ച് ആ തവി ഒരു ചെറിയ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തീ ലോയിലിട്ടതിന് ശേഷം നമ്മൾ കണ്ടല്ലോ, ആ മാവ് വേറൊരു തവി കൊണ്ട് ഇതുപോണക്ക് കോരി ഒഴിച്ച് ഒരു സ്പൂണ് കൊണ്ടൊന്ന് നിരത്താക്കി കൊടുത്തതിന് ശേഷം എണ്ണയിലോട്ട് വെക്കുമ്പോഴത്തേന് ചെറിയ തീ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കേട്ടോ. കണ്ടല്ലോ, ഇതുപോണക്ക് ആ സൈഡൊന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരും. ആ ബ്രൗൺ കളറായി വരുമ്പോൾ ആ സ്പൂണൊന്ന് തിരിച്ചു കൊടുക്കണേ. കണ്ടല്ലോ, ഇതുപോണക്കൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ആ സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പം അതാ ബണ്ണിൻ്റെ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ എണ്ണയിലേക്ക് വീഴും. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്രീം ബണ്ണ് ഇതുപോലൊക്കെ തയ്യാറാക്കാൻ പറ്റും. കണ്ടല്ലോ, ഏകദേശം 1/2 കിലോ മൈദയിൽ എനിക്ക് 10 ക്രീം ബണ്ണോളം റെഡിയാക്കാൻ പറ്റിയേ. എനിക്കിപ്പം നോക്കിയിരിക്കാനൊന്നും ടൈമില്ല. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് എടുക്കേണ്ടത്. ഞാൻ കണ്ടോ, ചൂടോടെ തന്നെ ഇത് കട്ട് ചെയ്യണം. അതിൻ്റെ ആ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്രീമും ചേർത്തിട്ട് നമുക്ക് മക്കൾക്കൊക്കെ കൊടുത്ത് അടിപൊളി, പണ്ട് നമ്മളൊക്കെ ആ ബേക്കറിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അടിപൊളി ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ്. കണ്ടോ, അതേ ടേസ്റ്റും അതേ ആ ഒരു രുചിയും അതേ ആ നല്ല സ്പോഞ്ച് പോണക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് ക്രീം ബണ്ണ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.